വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു അടിപൊളി സ്ട്രോബെറി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സ്ട്രോബെറി ഒന്നും ഇല്ലാതെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റും സ്പഞ്ചി ആയിട്ടുള്ള കേക്കാണ്. ഈ ഒരു കേക്ക് നമ്മൾ കുക്കറിലാണ് ചെയ്യുന്നത്. ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്യുക. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ നമ്മൾ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് ഞാൻ 4 റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട എടുത്തിട്ടുണ്ട്. 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ബീറ്റർ കൊണ്ട് ഈ മുട്ട അടിക്കുന്ന സമയത്ത് പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ പഞ്ചസാര മുഴുവനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് ബീറ്റ് ചെയ്ത് എടുക്കാൻ പറ്റില്ല, പഞ്ചസാര മെൽറ്റ് ആവില്ല. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇത് അടിച്ചിട്ടെടുക്കുക. ഒരുപാട് അടിച്ച് സ്റ്റിഫാക്കി വെക്കൊന്നും വേണ്ട. ഈ പഞ്ചസാരമൊക്കെ നന്നായിട്ട് മെൽറ്റായി ഈ മുട്ടയുടെ കളറൊന്ന് മാറി ക്രീം കളർ ആവുന്നത് വരെ നിങ്ങളൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ബീറ്റർ ഇല്ലാത്തവർക്ക് മിക്സിയിൽ ഇത് അടിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലേവറിനായിട്ട് നമുക്കിതാ ടൈഗറിൻ്റെ സ്ട്രോബെറി എസൻസ് ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഏതൊരു സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും. ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതൊരു 3-4 ഡ്രോപ്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലേവറും കളറും ഇനിയും വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് ബീറ്റർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബീറ്റർ കൊണ്ട് സ്പീഡ് നമ്പർ 1-ലിട്ട് ചെറുതായിട്ടൊന്ന് കറക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടും. ഈ ഒരു എസൻസ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല സ്ട്രോബെറി ഫ്ലേവറാണ് കേക്കിന് ഉണ്ടാവുക. പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർക്കണം തന്നെ ഇല്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഒരു അരിപ്പയിലൂടെയാണ് ഞാൻ ചേർക്കുന്നത്. 1.5 കപ്പ് മൈദയാണ് ഈ ഒരു കേക്കിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത്. ഈ ഒരു കേക്ക് ഏകദേശം 2 കിലോൻ്റെ അടുത്ത് വെയിറ്റ് വരും. ഫുൾ ഐസിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ. സ്പഞ്ച് മാത്രമാണെന്നുണ്ടെങ്കിൽ 1 കിലോൻ്റെ മേലെ ഉണ്ടാവും. ഞാനിതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് ഇടഞ്ഞിട്ടെടുക്കാം. ഞാനിപ്പം മൊത്തത്തിൽ ഒരുമിച്ചാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് പോർഷനായിട്ട് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം. അതിനുശേഷം ഞാനിതുപോലെ ഒരു വൈഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്യുന്നത്. വിപ്പ് ചെയ്ത് അടിച്ച് പതിപ്പിക്കരുത്, ചെറുതായിട്ടൊന്ന് കറക്കി കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം ഞാനിതാ ഒരു 3 ലിറ്ററിൻ്റെ കുക്കർ എടുത്തിട്ടുണ്ട്. അലുമിനിയം കുക്കറാണ്. എന്നിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടിഭാഗത്തായിട്ട് ഒരു ബട്ടർ പേപ്പർ വിരിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പം വായവട്ടം കുറഞ്ഞിട്ടുള്ള ഹൈറ്റുള്ളൊരു കേക്കാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് അതല്ല വലിയൊരു കേക്കാണ് വേണ്ടത്, കുറച്ചും കൂടെ പരന്നിട്ടുള്ള കേക്കാണെന്നുണ്ടെങ്കിൽ വലിയ കുക്കർ എടുക്കുക. അങ്ങനെയാണെങ്കിൽ കുക്കിംഗ് ടൈം കുറവായിരിക്കും. ഇതാകുമ്പോൾ കുക്കിംഗ് ടൈം കുറച്ചുകൂടെ വരും. പക്ഷേ കേക്ക് അവസാനം ഐസിംഗ് ഒക്കെ ചെയ്ത് വരുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. കേക്കിൻ്റെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. എക്സസ് ആയിട്ടുള്ള എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇത് അടച്ച് വയ്ക്കുക. അടച്ച് വയ്ക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കുക്കറിൻ്റെ വെയിറ്റ്, അതായത് വിസിൽ ഊരി വയ്ക്കണം. ഞാൻ അടുപ്പത്ത് ഒരു പഴയ പാന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ പാനിൻ്റെ മേലേക്ക് നമുക്ക് ഈ ഒരു കുക്കർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ആദ്യത്തെ 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നെയുള്ള 30 മിനിറ്റ് ലോ ഫ്ലെയിമിലും വേവിച്ചെടുക്കുക. ഇതൊരു 30 മുതൽ 40 മിനിറ്റ് വരെ എടുക്കും. ഓരോരുത്തരുടെ അടുപ്പിൻ്റെ ചൂടനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ടൈം എടുക്കുക. എനിക്കിതാ ഒരു 35 മിനിറ്റ് ആയ സമയത്ത് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് എടുത്ത് കുത്തി നോക്കുക, ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബേക്കായി എന്നാണ്. അതിനുശേഷം കുക്കർ മാറ്റി വയ്ക്കുക. കേക്ക് നന്നായിട്ട് ചൂട് അണഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ടോ കത്തി ഉപയോഗിച്ചിട്ടോ സൈഡിലൂടെ ഒന്ന് ഓടിച്ചു കൊടുക്കുക. എന്നിട്ട് കേക്ക് നമുക്ക് കുക്കറിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. നല്ല ഹൈറ്റ് തന്നെ നല്ല പെർഫെക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിലുള്ള ബട്ടർ പേപ്പർ അങ്ങ് എടുത്ത് കളയാം. ഈ ഒരു കേക്കിൻ്റെ ഹൈറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഒരു വിരൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വിരലിൻ്റെ അതേ ഹൈറ്റ് തന്നെയാണ് കേക്ക് ഉള്ളത്. നല്ല സോഫ്റ്റും സ്പഞ്ചിയും നല്ല ഫ്ലേവറും ഉള്ള കേക്കാണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവാൻ പറ്റും. ഈ ഒരു കേക്കിൻ്റെ അകത്ത് നിങ്ങൾക്ക് ലെയറിങ് ചെയ്തിട്ട് സ്ട്രോബെറി ഫില്ലിങ്ങും അല്ലെങ്കിൽ സ്ട്രോബെറി ജാം ഫില്ലിങ്ങും ക്രഷൊക്കെ വെച്ചിട്ട് ഐസിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹൈറ്റിൽ നല്ല ടേസ്റ്റുള്ളൊരു കേക്കായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു ബേസ് കേക്കാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇതിനെ കട്ട് ചെയ്തിട്ടും കൂടെ കാണിച്ചു തരാം ഇതിൻ്റെ അകത്തൊക്കെ എങ്ങനെയാണുള്ളതെന്ന്. ഞാനിപ്പോൾ 4 ലെയറായിട്ടാണ് ഇതിനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ എല്ലാവരും കണ്ടല്ലോ, ഈസിയാണ്. ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.